നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി നോക്കാം. ലൈവ് അറ്റ് 6 ആദ്യം പ്രധാന വാർത്തകൾ. ഡിവൈഎഫ്ഐ നേതാവിന്റെ ശബ്ദരേഖയിൽ വെട്ടിലായി തൃശൂരിലെ സിപിഎം. മുതിർന്ന നേതാക്കൾക്കെതിരെ സാമ്പത്തിക ആരോപണവുമായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി. എല്ലാവരും അങ്ങനത്തെ വേറെ കുഴപ്പമൊന്നുമില്ല. ശരത് പ്രസാദിനോട് പാർട്ടി വിശദീകരണം തേടും. ഓഡിയോ പുറത്തുവിട്ട അംഗത്തിനെതിരെ നടപടി. അംഗം നിബിൻ ശ്രീനിവാസനെതിരെ സിപിഎം നടപടിയെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പാർട്ടി നടപടി സ്പീക്കറെ അറിയിക്കാൻ കോൺഗ്രസ് നീക്കം. തീരുമാനമുടൻ വേണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ. പാർട്ടിയിൽ രണ്ടഭിപ്രായമില്ലെന്ന് വി.ഡി. സതീശൻ. നിയമസഭാ സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കം. സന്നിധാനത്തെ ദ്വാരപാലക സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. അനുമതി തേടാതെ പാളി ഇളക്കിയതിൽ ക്ഷമ ചോദിച്ച ദേവസ്വം ബോർഡ്. സർക്കാരിന്റെ ന്യൂനപക്ഷ സംഗമ നീക്കത്തിനെതിരെ പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് വി.ഡി. സതീശൻ. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം നിയമനത്തിൽ ഹൈക്കോടതിയുടെ നിർണായക വിധി. നിയമനം പാരമ്പര്യാവകാശമല്ലെന്ന് കോടതി. അനുരാഗിന്റെ നിയമനവുമായി മുന്നോട്ടു പോകാം. തെക്കേ വാര്യർ കുടുംബത്തിന്റെ വാദം തള്ളി. പോലീസിന്റെ ക്രൂരതയിൽ കൂടുതൽ വെളിപ്പെടുത്തൽ. കോട്ടയം സ്വദേശിയെ വ്യാജ കേസെടുത്ത് ജയിലിലടച്ചത് 21 ദിവസം. ഉദ്യോഗസ്ഥനെതിരായ നടപടി ശുപാർശ ഫയലിൽ തന്നെ. ഈ കള്ളക്കേസ് കൊടുക്കുക, എന്റെ പണം അപഹരിക്കുക, എന്നെ എന്താ പറയുക, എനിക്ക് തരാനായിട്ടുള്ള പണം തരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു സമീപനമായിരുന്നു അവർ ഉണ്ടായിരുന്നത്. പോലീസിനെതിരായ പരാതികൾ ഒറ്റപ്പെട്ടതെന്ന് റവാഡ ചന്ദ്രശേഖർ. അവരുടെ സമീപനം ഞങ്ങളുടെ ഭാഗത്തുണ്ട്, നല്ല സമീപനം ഉണ്ട്. നിങ്ങളുടെ സമൂഹങ്ങൾ ഒറ്റപ്പെട്ട സമൂഹങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതേതാണെങ്കിലും ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ആക്ഷൻ നോക്കുന്ന അതിലേക്ക്. പ്ലീസ് അപ്രീഷിയേറ്റ് ദാറ്റ് പോലീസ് ഈസ് പാർട്ട് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിന്റെ ഭാഗമാണ്. സമൂഹത്തിന്റെ പിന്തുണയും സപ്പോർട്ടും ഞങ്ങൾക്ക് ആവശ്യമാണ്. നല്ലപോലെ ഒരു സേവനം കൊടുക്കാൻ വേണ്ടി ഇത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തിന് ഒരു ഏതെല്ലാം രീതിയിലുള്ള ആവശ്യമുള്ള കാര്യങ്ങളുണ്ടോ അതെടുക്കുന്നതാണ്. പ്രധാനമന്ത്രി നാളെ മണിപ്പൂരിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും സംഘർഷം. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് പോലീസ്. I, Chandrapuram Ponnusamy Radhakrishnan, do swear in the name of God do swear in the name of God that I will bear true faith and allegiance that I will bear true faith and allegiance. ഉപരാഷ്ട്രപതിയായി സി.പി. രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ പങ്കെടുത്ത ജഗദീപ് ധൻഖർ. നേപ്പാളിൽ ഇടക്കാല സർക്കാർ ചർച്ചകൾ സജീവം. സുശീല കർക്കിക് സാധ്യതയേറി. കർഫ്യൂവിൽ ഇളവ്. ഇസ്രായേൽ ആക്രമണത്തിൽ ഖത്തറിന്റെ മറുപടി കാത്ത് ലോകം. ചാർലി കിർക്കിന്റെ കൊലപാതകത്തിൽ ഇരുട്ടിൽ തപ്പി FBI. കൊലയാളിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. നോക്കാം വിശദമായി. CPM നേതാക്കൾക്കെതിരെ സാമ്പത്തിക ആരോപണവുമായി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. കപ്പലണ്ടി വിറ്റ് നടന്ന MK കണ്ണൻ കോടിപതിയായെന്നും ടോപ്പ് ക്ലാസുമായാണ് AC മൊയ്തീന്റെ ഡീലിംഗ്സ് എന്നതടക്കമുള്ള പരാമർശങ്ങൾ ശബ്ദരേഖയിലുണ്ട്. വിവാദത്തിന് പിന്നാലെ ശരത് പ്രസാദിന്റെ ശബ്ദരേഖ പുറത്തുവിട്ട നടത്തറ ലോക്കൽ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസനെതിരെ CPM നടപടിയെടുത്തു. ശരത് പ്രസാദിൽ നിന്ന് വിശദീകരണം തേടാനാണ് CPM തീരുമാനം. CPM-ന്റെ ജില്ലാ ലീഡർഷിപ്പ് ഉള്ളവർക്ക് പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നം അവർക്കുണ്ടാവില്ല. അതൊരു ഘട്ടം കഴിഞ്ഞാൽ അവരുടെ ലെവല് മാറും, ഇവരുടെ ഇൻട്രാക്ഷൻ. അപ്പൊ നമ്മളിപ്പോ പിരിവെടുത്തപ്പോ ഞാൻ ഏരിയ സെക്രട്ടറി മാക്സിമം പിരിവെടുത്തൊരു 5000 രൂപ, 10,000 മാക്സിമം. എന്നാൽ ജില്ല വരേണ്ടത് 25. പാർട്ടി കമ്മിറ്റി വരെ
75,000, 1 ലക്ഷം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്താണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരം മാറി. ഈ നിലവാരത്തിനകത്താണ് പിന്നെ എന്ത് ചെയ്യാൻ നമ്മൾ ജീവിക്കുന്നത്. അതെല്ലാവരും അല്ലാണ്ട് എൻ്റെ അറിവിലാരും കണ്ടുപിടിക്കാൻ നടക്കുന്നുണ്ട്. അല്ല കേരള അങ്ങനത്തെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ അവരവരുടെ കാര്യം നോക്കാം, ഇവരൊക്കെ നല്ല പിടിക്കും. CPM-നെ തീർത്തും പ്രതിരോധത്തിലാഴ്ത്തുന്നതാണ് ഇപ്പോൾ തൃശ്ശൂരിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. പാർട്ടിയുടെ DYFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദ സംഭാഷണങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ ജില്ലയിലെ തന്നെ നേതാക്കൾ പ്രമുഖരായവർക്ക് എല്ലാവർക്കും നേരെ തന്നെയാണ് അത് ആരോപണമായി വരുന്നത്. ജില്ലയിലെ നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് AC മൊയ്തീൻ, മുൻ മന്ത്രി കൂടിയാണ് അദ്ദേഹത്തിനെതിരെയും അതോടൊപ്പം തന്നെ MK കണ്ണൻ മുൻ MLA ആണ്. ഇദ്ദേഹത്തിനെതിരെയും എല്ലാം തന്നെ ശക്തമായ ആക്ഷേപങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇവർ ഈ ശബ്ദരേഖയിലെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് തന്നെ നേതാക്കൾ വാങ്ങുന്ന പണം അത് അവർക്ക് വലിയ രീതിയിൽ അവർ ഡീലർമാരായി മാറുന്നു എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രധാനമായും തന്നെ ഈ താഴെത്തട്ടിൽ തുടങ്ങുന്ന ഈ ഒരു പണപ്പിരിവ് അവർ സ്ഥാനമാനങ്ങൾ വലുതാകുമ്പോൾ അവർക്ക് വലിയ രീതിയിലേക്ക് പണം ലഭിക്കുന്നു എന്ന രീതിയിലാണ് പറഞ്ഞു വരുന്നത്. വളരെ ലളിതമായ ജീവിതശൈലി ഉണ്ടായിരുന്ന നേതാക്കൾ വലിയ കോടീശ്വരന്മാരായി മാറുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. പേരെടുത്ത് തന്നെയാണ് മുൻ MLA MK കണ്ണനെയും അതോടൊപ്പം തന്നെ AC മൊയ്തീനെയും എല്ലാം തന്നെ ഈ ശരത് പ്രസാദ് വിശേഷിപ്പിക്കുന്നത്. വലിയ ആളുകളുടെ ഡീലർമാരായി ഇവർ മാറിയിരിക്കുന്നു എന്നതാണ്. കപ്പലണ്ടി വിറ്റ് നടന്ന MK കണ്ണൻ ഇപ്പോൾ കോടീശ്വരനായി മാറിയിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് മറ്റു പല നേതാക്കളുടെയും അവസ്ഥ. പാർട്ടി നേതാക്കൾക്ക് പണപ്പിരിവിന് യാതൊരു രീതിയിലുള്ള തടസ്സങ്ങളില്ല എന്ന് പറയുന്നു. ചെറിയ നേതാക്കൾക്ക് ചെറിയ രൂപയാണ്, വലുതാകുമ്പോൾ അവർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അടക്കുമ്പോൾ വലിയ രീതിയിൽ അവർ പണം വാങ്ങുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് പറയുന്നത്. CPM-നെ സംസ്ഥാന നേതൃത്വത്തെ തന്നെ തീർത്തും പ്രതിരോധത്തിലാഴ്ത്തുന്ന രീതിയിലുള്ള ശബ്ദ രേഖയാണ് പുറത്ത് വരുന്നത്. ഈ ശബ്ദരേഖ പുറത്തു വരാനുള്ള കാരണം ഈ യുവജന സംഘടനകളുടെ ഇടയിലെ വിഭാഗീയതയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ രീതിയിൽ CPM തന്നെ ഇടപെട്ട് തുടങ്ങി. ഇപ്പോൾ അടിയന്തര നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ ശബ്ദ സംഭാഷണം പുറത്തുവിട്ടയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശരത് പ്രസാദിനോട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടതായി CPM ജില്ലാ സെക്രട്ടറി, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ പറയുന്നു. ഒപ്പം ഇത് അടിസ്ഥാനമില്ലാത്ത ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത് എന്നാണ് പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇതായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇതൊരു തെളിവോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. ചിലർ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇത് ഉപയോഗിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുമെന്നാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. MK കണ്ണനും സമാന രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. ഇത് ബോധപൂർവം മറ്റാരോ ഇത് പ്രചരിപ്പിക്കുന്നു, പക്ഷേ അവർക്ക് ലക്ഷ്യങ്ങളുണ്ട്. അത് പാർട്ടിക്കെതിരെയായ നീക്കങ്ങളാണ്. എന്തായാലും എന്താണ് ഇവർക്കിടയിൽ നടന്നത്, ഇപ്പോൾ ഇങ്ങനെയൊരു ശബ്ദ സന്ദേശം പുറത്തു വരാനുള്ള കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. എന്തായാലും ഈ സംഭവം CPM-നെ സംസ്ഥാന തലത്തിൽ തന്നെ പ്രതിരോധത്തിലാഴ്ത്തുകയാണ്. കരുവന്നൂരിൽ പറഞ്ഞതെല്ലാം സത്യമെന്ന് തെളിഞ്ഞെന്ന് V മുരളീധരൻ. സഹകരണ ബാങ്കുകളിൽ നടത്തിയിട്ടുള്ള വെട്ടിപ്പുകൾ CPM-ന് വേണ്ടിയാണെന്നും ഏറ്റവും നാണംകെട്ട സർക്കാരായി CPM മാറിയെന്നും V മുരളീധരൻ ആരോപിച്ചു. ലൈംഗികാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സസ്പെൻഷൻ സ്പീക്കറെ അറിയിക്കാൻ കോൺഗ്രസിൽ ആലോചന. അന്തിമ തീരുമാനം ഉടൻ വേണമെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും നിലപാട്. സഭാ സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെ നടപടി ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയേക്കും. രാഹുലുമായി ബന്ധപ്പെട്ട പാർട്ടിയിൽ രണ്ടഭിപ്രായമില്ലെന്നും സമൂഹമാധ്യമങ്ങളിൽ കാണുന്ന വിഷയത്തിലെല്ലാം അഭിപ്രായം പറയേണ്ടതില്ലെന്നും പ്രതിപക്ഷ നേതാവ് PD സതീശൻ. വരുന്ന 15-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നത്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം അടക്കം സംസ്ഥാന സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിരോധത്തിലാക്കുന്ന നിരവധി വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാനുള്ള വലിയ തയ്യാറെടുപ്പിലാണ് പ്രതിപക്ഷം. അതിനിടയിൽ ലൈംഗികാരോപണ വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയാൽ സഭയിൽ പ്രതിപക്ഷത്തിനെതിരെ അത് ഭരണപക്ഷം ആയുധമാക്കി മാറ്റുമെന്ന വിലയിരുത്തലിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ സമാനമായ ആരോപണം നേരിട്ടവർ ഭരണപക്ഷത്തും ഉണ്ടെന്നിരിക്കെ രാഹുലിനോട് എന്തിന് അങ്ങനെ ഒരു വിവേചനം കാണിക്കുന്നു എന്നതാണ് രാഹുലിനെ അനുകൂലിക്കുന്ന ചില നേതാക്കൾ മുമ്പോട്ട് വെക്കുന്ന ആക്ഷേപം. പക്ഷേ അത് മുഖവിലക്കെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായേക്കില്ല എന്നാണ് സൂചന. ഈ പശ്ചാത്തലത്തിലാണ് സ്പീക്കറെ ഈ വിഷയത്തിൽ കൃത്യമായി നിലപാട് അറിയിക്കാൻ, അതായത് പാർട്ടി ഇങ്ങനെ ഒരു നടപടിയെടുക്കാനുണ്ടായ സാഹചര്യം
രേഖാമൂലം കത്ത് മുഖേന സ്പീക്കറെ അറിയിക്കാനുള്ള ഒരു നീക്കം നേതൃതലത്തിൽ പുരോഗമിക്കുന്നത്. കോൺഗ്രസിലെ ഒരാളും അതിനെക്കുറിച്ച് അഭിപ്രായം പറയില്ല. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അതാണ് വിവരം. ബാക്കി കാര്യത്തെക്കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. അല്ലാതെ ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല. അതിൻ്റെ അകത്ത് രണ്ടഭിപ്രായത്തിന്റെ പ്രശ്നമില്ല. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കയറി വല്ലതും എഴുതിയെന്നും മറുപടി പറയേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കാർക്കില്ല. പാർട്ടിയുടെ നേതാക്കന്മാരോ ആരും അതിനെക്കുറിച്ച് അഭിപ്രായം പറയില്ല. പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും. അത് KPCC പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. അത്രയല്ലോ. പാർട്ടിയുടെ ഒരു അന്തിമ അനുമതിയോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന വിവരം ഔദ്യോഗികമായി സ്പീക്കറെ അറിയിക്കുക. അങ്ങനെ അറിയിച്ചതിന് ശേഷം രാഹുൽ സഭയിലെത്താനുള്ള നീക്കം നടത്തിയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം രാഹുലിന് തന്നെ ആയിരിക്കുമെന്ന കാര്യവും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ സ്പീക്കറെ അറിയിക്കുമെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കും നേതാക്കൾക്കും നിലനിൽക്കുന്ന അവ്യക്തത നീക്കുന്നതിനു വേണ്ടി ബൂത്ത് തലം വരെയുള്ള പാർട്ടിയിലെ എല്ലാ ഘടകങ്ങളെയും കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്കകത്തു നിന്നും പുറത്തുനിന്നും ഉയർന്നു വന്ന ആരോപണങ്ങൾ സംബന്ധിച്ചും അതിന്റെ നിജസ്ഥിതി സംബന്ധിച്ചും ഇങ്ങനെയൊരു നടപടിയെടുക്കാനുണ്ടായ അനിവാര്യത സംബന്ധിച്ചും ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഔദ്യോഗികമായ വിശദീകരണം ഉടൻ കീഴ്ഘടകങ്ങളിലേക്ക് കൈമാറുമെന്ന സൂചനയാണ് KPCCയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നിയമസഭയിൽ പ്രതിഷേധമുണ്ടായാൽ സംരക്ഷണം നൽകേണ്ടത് സ്പീക്കറാണ്. രാഹുലിനെതിരായ നടപടി കോൺഗ്രസ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടം സഭയിൽ വരുന്നതിൽ തെറ്റില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ആരോപണ വിധേയരായ മറ്റുള്ളവരും സഭയിൽ വരുന്നുണ്ട്. നിയമസഭയിൽ രാഹുലിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം വന്നാൽ സംരക്ഷിക്കേണ്ടത് സ്പീക്കറുടെ ചുമതലയാണെന്നും അടൂർ പ്രകാശ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അടിയന്തരമായി തിരികെ എത്തിക്കേണ്ടെന്ന് ഹൈക്കോടതി. ഉടൻ എത്തിക്കണമെന്ന് നിർദ്ദേശിക്കുന്നില്ലേ എന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. എന്നാൽ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നിർദ്ദേശം നൽകി. അനുമതി തേടാതെ പാളി ഇളക്കി കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡ് ക്ഷമ ചോദിച്ചു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, എന്തൊക്കെയാണ് കോടതിയുടെ വിലയിരുത്തൽ? ശബരിമലയിൽ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയ സംഭവത്തിൽ ഉടൻ അടിയന്തരമായി സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിനോട് അടിയന്തരമായി സ്വർണ്ണപ്പാളി തിരികെ സന്നിധാനത്ത് എത്തിക്കണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. അതിന് മറുപടിയായി ദേവസ്വം ബോർഡ് സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ഉരുക്കിക്കഴിഞ്ഞു, അറ്റകുറ്റപ്പണികൾക്കായി ഇതിനകം ഒരുക്കിക്കഴിഞ്ഞു, അതുകൊണ്ട് അടിയന്തരമായി എത്തിക്കാൻ കഴിയില്ല എന്ന് കോടതി അറിയിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അതേസമയം രേഖകളെല്ലാം ഹാജരാക്കണം. 2018 മുതലുള്ള രേഖകൾ ഹാജരാക്കണം, മഹസർ ഉൾപ്പെടെ ഹാജരാക്കണം. ആ രേഖകൾ പരിശോധിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കാമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഹൈക്കോടതിയുടെ അനുമതി കൂടാതെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ഇളക്കിയതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മാപ്പ് ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. സ്പെഷ്യൽ കമ്മീഷണറുടെ ഉത്തരവോടുകൂടി, സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഹൈക്കോടതിയുടെ ഉത്തരവോട് കൂടി മാത്രമേ ശബരിമലയിൽ അറ്റകുറ്റപ്പണികൾക്കായാലും അതല്ലെങ്കിൽ സന്നിധാനത്ത് മറ്റെന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തണമെങ്കിലും ഒക്കെ ഹൈക്കോടതിയുടെ അനുമതി വേണം. അതില്ലാതെയാണ് ഈ ഒരു നീക്കം ഉണ്ടായത്. അതേസമയം ഭക്തന്മാർ നാണയത്തുട്ടുകൾ എറിയുന്നത് കൊണ്ട് നിരന്തരം നാണയത്തുട്ടുകൾ വീണാണ് സ്വർണ്ണപ്പാളിയിൽ കേടുപാടുകൾ പറ്റിയത്. അതുകൊണ്ടാണ് അടിയന്തരമായി സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയത് എന്നത് ആണ് ദേവസ്വം ബോർഡ് നൽകുന്ന വിശദീകരണം. കാരണം 10 വർഷത്തെ വാറന്റിയോടുകൂടിയാണ് സ്വർണ്ണപ്പാളി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. അത് എന്തുകൊണ്ടാണ് ഈ 5-6 വർഷത്തിനുള്ളിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തേണ്ട സാഹചര്യം ഉണ്ടായെന്ന് കോടതി ചോദിച്ചിരുന്നു. അതിനും വ്യക്തമായ മറുപടി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ സ്പോൺസറിന്റെ തന്നെ ചിലവിൽ ഇത് നേരത്തെ തന്നെ സ്വർണ്ണപ്പാളി ഉണ്ടാക്കിയ സ്ഥലത്ത് തന്നെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതെന്നും ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ആചാരങ്ങളെ കാറ്റിൽ പറത്തിയവർ വിശ്വാസികളെ വിളിച്ചു കൂട്ടുന്നുവെന്ന് V മുരളീധരൻ. തെരഞ്ഞെടുപ്പിന് വേണ്ടി ശബരിമലയുടെ പേരിൽ പണപ്പിരിവ് നടത്തുകയാണ്. പിന്നിൽ മറ്റെന്തോ ഉദ്ദേശമുണ്ടെന്നും ന്യൂനപക്ഷ സംഗമം ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണെന്നും V മുരളീധരൻ പറഞ്ഞു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം നിയമനം പാരമ്പര്യാവകാശമല്ലെന്ന് ഹൈക്കോടതി. ചേർത്തല സ്വദേശി അനുരാഗിന്റെ നിയമനവുമായി മുന്നോട്ടു പോകാമെന്ന് കോടതി നിരീക്ഷിച്ചു. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഹൈക്കോടതി അനുമതി നൽകി. തെക്കേവാര്യം കുടുംബത്തിന്റെ വാദം കോടതി പരിഗണിച്ചില്ല.
വാര്യർ സമുദായത്തിന് പുറത്തുള്ളവർക്കും കഴകമാകാമെന്നാണ് ഉത്തരവ്. കുടുംബത്തിന്റെ അവകാശവാദം സിവിൽ കോടതിയിൽ ഉന്നയിക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. മാലക്കഴകത്തിന് പാരമ്പര്യാവകാശം ഉന്നയിച്ച തെക്കേ വാര്യം കുടുംബാംഗം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി തീർപ്പാക്കിയത്. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം നടത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷം. സർക്കാർ നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. സർക്കാർ ഔദ്യോഗികമായി പരിപാടി പ്രഖ്യാപിച്ചാൽ എതിർപ്പ് പ്രകടിപ്പിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. കൊച്ചിയിലോ കോഴിക്കോടോ സംഗമം സംഘടിപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. അയ്യപ്പ ഭക്തരുടെ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമത്തിനും സർക്കാർ ഒരുങ്ങുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൊച്ചിയിലോ കോഴിക്കോട്ടോ ആയിരിക്കും ഈ യോഗം നടക്കുക. ഇത് സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഭൂരിപക്ഷ വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനാണ് അയ്യപ്പ സംഗമമെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നതെന്നാണ് UDFന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സർക്കാരിന്റെ നീക്കമായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതെന്ത് പാർട്ടിയാണ്, എന്ത് സർക്കാരാണിത്? അതാ പിന്നെ എല്ലാ മതങ്ങളുടെയും എല്ലാ ജാതികളുടെയും ഉപജാതികളുടെയും ഒക്കെ സംഗമം നടത്തും. എന്താ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഗവൺമെന്റിന്റെ പർപ്പസ്? എന്താണ്? എന്ത് സെമിനാർ? ഇതൊക്കെ 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാ. അടുത്ത മാസം ലോക്കൽ ബോഡി പ്രഖ്യാപിക്കും അല്ലേ? അത് കഴിഞ്ഞാൽ ഉടനെ മറ്റേ തെരഞ്ഞെടുപ്പായി. ഇനി ഒന്നും ചെയ്യാനുള്ള സമയമില്ലല്ലോ. ഇപ്പോഴാണ് സെമിനാർ, ഇപ്പോഴാണ് കോൺക്ലേവ്. സർക്കാർ അതിന്റെ അവസാന മാസങ്ങളിലേക്ക് അല്ലെങ്കിൽ ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. കേരളം സുപ്രധാനമായ 2 തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു ഗവൺമെൻറ്റിന് 5 വർഷം കിട്ടി. അതിനിടയിൽ ന്യൂനപക്ഷത്തെക്കുറിച്ചോ ഭൂരിപക്ഷത്തെക്കുറിച്ചോ ചിന്തിക്കാത്ത ആളുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതിൻ്റെ വ്യഗ്രതയിലാണ്. നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം സർക്കാർ പക്ഷം ബഹുദൂരം പുറകോട്ട് പോയി. ജനവികാരം സർക്കാരിനെതിരാണ് എന്ന് നന്നായിട്ടറിയാം. ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾക്ക് മുസ്ലിം ലീഗ് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ ലീഗിന്റെ ഭാഗത്തുനിന്നും സമാനമായ രീതിയിൽ തന്നെയാണ് വിലയിരുത്തലെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നാണ് ലീഗ് വിലയിരുത്തുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ വരണമെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഔദ്യോഗിക പ്രഖ്യാപനം വരണമെന്നാണ് ലീഗിന്റെ നിലപാട്. എന്നാൽ സമസ്തയുടെ പോഷക സംഘടനയായ SYSന്റെ നേതാവായ മുസ്തഫ മുണ്ടുപാറ അനുകൂലമായിട്ടാണ് ഇത്തരം നീക്കങ്ങളെ കാണുന്നത്. സർക്കാരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും വിലയിരുത്താനുമുള്ള വേദിയായിട്ട് വേണം ഇതിനെ കാണുവാൻ. മുൻപും ഇത്തരം സംഗമങ്ങളോട്, ഇത്തരം നീക്കങ്ങളോട് സമസ്ത സഹകരിച്ചിട്ടുണ്ട്. സമസ്ത പോകുമോ ഇല്ലയോ എന്നുള്ളത് ഔദ്യോഗികമായിട്ട് സമസ്ത തന്നെയാണ് തീരുമാനിക്കേണ്ടതെങ്കിലും ഇത്തരം നീക്കങ്ങളെ പോസിറ്റീവായിട്ടാണ് കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് സർക്കാർ തലത്തിൽ സാധാരണഗതിയിൽ ഇങ്ങനെ മീറ്റിങ്ങുകൾ നടക്കാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലും നടന്നിട്ടുണ്ട്. ഇത്തരം സർക്കാർ നടത്തുന്ന മീറ്റിങ്ങുകളിൽ സാധാരണ സഹകരിക്കാറുണ്ട്. കാരണം ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ കിട്ടുന്ന അവസരം നിലക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു അവസരം നിലക്ക് അതിനെ ഉപയോഗപ്പെടുത്തുന്നത് തെറ്റുണ്ടാവാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇലക്ഷന് മുമ്പായിക്കോട്ട് സർക്കാർ ഓരോ വിഭാഗത്തിനുമായി സംസാരിച്ച് എന്തൊക്കെ അവരുടെ ആവശ്യങ്ങൾ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് കാര്യങ്ങൾ തുറന്ന് പറയാൻ കിട്ടുന്ന ഒരു അവസരം നിലക്ക് മറ്റൊരു നിലക്ക് അതിനെ കാണേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ഇത്തരത്തിലുള്ള വലിയൊരു സംഗമത്തിന് സർക്കാർ തയ്യാറെടുക്കുമ്പോൾ വലിയ തോതിൽ തന്നെ UDFന്റെ ഭാഗത്ത് അതിന് വിമർശനം ഒരുങ്ങുന്നു എന്നും സത്യമാണ്. ലീഗ് അടക്കമുള്ളവർ അതിനെ പ്രതിരോധിക്കുകയും ചെയ്യും. പക്ഷേ ലീഗിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ലീഗിനെ എക്കാലവും പിന്തുണയ്ക്കുന്ന സമസ്തയടക്കമുള്ള ന്യൂനപക്ഷ സംഘടനകൾ ഒരുപക്ഷെ സർക്കാരുമായി ഇത്തരം നീക്കങ്ങളോട് സഹകരിക്കും. അതിന്റെ രാഷ്ട്രീയം എന്താകുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. സർക്കാരിനെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി എയ്ഡഡ് സ്കൂളുകളെ മാഫിയ ഗണത്തിൽപ്പെടുത്തി സർക്കാർ പെരുമാറുന്നുവെന്നാണ് ആരോപണം. സർക്കാർ കാണിക്കുന്നത് നെറികേടാണെന്നും ചില സമുദായങ്ങൾക്ക് മാത്രം പരിഗണന നൽകുന്നുവെന്നും പാംപ്ലാനി പറഞ്ഞു. ക്രൈസ്തവ സ്കൂൾ മാനേജ്മെന്റുകളോട് വിവേചനം കാണിക്കുന്നതായാണ് ആക്ഷേപമുയരുന്നത്. പോലീസ് എടുത്ത കേസ് വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയില്ല. കോട്ടയം സ്വദേശി പ്രദീപിനെതിരെ 2014 ആറന്മുള സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് വ്യാജമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. വ്യാജ കേസെടുത്ത ആറന്മുള CA ദിലീപ് ഖാനെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും ഒന്നുമുണ്ടായില്ല. വ്യാജക്കേസിൽ 21 ദിവസം ജയിലിൽ കഴിഞ്ഞതോടെ അടുത്ത ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാതെയായെന്ന് പ്രദീപ് പറയുന്നു.
കുടുംബത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോയി. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെ ഇതുപോലെ കള്ളക്കേസൊക്കെ കൊടുത്ത് പത്രത്തിലെല്ലാം ഇടിയിപ്പിച്ച് ഇതുപോലെ ന്യൂസ് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു അവസ്ഥ അത് പറഞ്ഞാൽ അറിയിക്കുന്നതിനും അപ്പുറമാണ്. പോലീസിന്റെ വ്യാജ കേസുകൾ സാധാരണക്കാരുടെ ജീവിതം എങ്ങനെ തകർക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ് കോട്ടയം സ്വദേശി പ്രദീപിന്റെ അനുഭവം. വിൻസെന്റ് പോൾ സാറ് അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ട് പത്തനംതിട്ട SP രാഹുൽ ആർ നായരെ ബന്ധപ്പെട്ട് അദ്ദേഹം കോഴഞ്ചേരി CI ആയിട്ടുള്ള ദിലീപ് ഖാനോട് പറഞ്ഞ് എന്നെ ഒരു വ്യാജ പരാതിയിൽ കള്ളക്കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തു. എൻ്റെ വീട് റെയ്ഡ് നടത്തി. എൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻറ്റുകൾ, കമ്പ്യൂട്ടർ, ഫോണ് ഇതെല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ട് എന്നെ 21 ദിവസം റിമാൻഡ് ചെയ്തു. 2014 പ്രദീപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ ഉടമ കോഴഞ്ചേരി സ്വദേശി ബിജു മാത്യു പ്രദീപിനെതിരെ പരാതി നൽകി. ചെക്ക് ബുക്ക് മോഷ്ടിച്ച് വ്യാജ ഒപ്പിട്ട് 55 ലക്ഷം രൂപ പ്രദീപ് തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ആറന്മുള CI ദിലീപ് ഖാൻ പ്രദീപിനെ അറസ്റ്റ് ചെയ്ത് 21 ദിവസം റിമാൻഡിൽ ജയിലിലാക്കി. ജയിലിൽ നിന്നിറങ്ങിയ പ്രദീപ് നിയമ പോരാട്ടത്തിലൂടെ പുറത്തു കൊണ്ടുവന്നത് സ്വന്തം നിരപരാധിത്വം മാത്രമല്ല, പോലീസിന്റെ ക്രിമിനൽ നീക്കം കൂടിയാണ്. ഈ കള്ളക്കേസ് കൊടുക്കുക, എൻ്റെ പണം അപഹരിക്കുക, എന്നെ എന്താ പറയുക, എനിക്ക് തരാനായിട്ടുള്ള പണം തരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു സമീപനമായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അത് കാരണം മർദ്ദനമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒരു പോലീസ് ഓഫീസർ നമ്മളെ മർദ്ദിക്കാനായിട്ട് ശ്രമിച്ചായിരുന്നു. അയാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാൾ പിന്നീട് ലീവ് എടുത്ത് ഗൾഫിലെങ്ങാണ്ട് പോയി. അയാളെ പിന്നെ ഞാൻ കോടതിയിൽ വെച്ച് ഒരു പ്രാവശ്യം കാണുകയും ചെയ്തു. അന്ന് അയാൾ എൻ്റെ കാല് പിടിച്ച് പറഞ്ഞു, എനിക്കത് അറിയില്ലായിരുന്നു, ഞാൻ സത്യമാണെന്നാണ് വിചാരിച്ചത്, ഇതുപോലൊരു കള്ളക്കേസാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ അയാൾ പറഞ്ഞു. പ്രദീപിന്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഗുരുതരമായ വിവരങ്ങളാണ്. യാതൊരു തെളിവുമില്ലാതെയാണ് പ്രദീപിനെ അറസ്റ്റ് ചെയ്തതെന്ന് ക്രൈംബ്രാഞ്ച് ADGP DGPക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ചെക്കുകൾ വ്യാജമല്ലെന്ന് ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലും കണ്ടെത്തി. ഈ റിപ്പോർട്ടിന് പോലും കാത്തിരിക്കാതെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. അറസ്റ്റ് ഉൾപ്പെടെ എല്ലാം നിയമവിരുദ്ധമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസ് വ്യാജമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ദിലീപ് ഖാനെതിരെ അച്ചടക്ക നടപടി വേണമെന്നും DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. പക്ഷെ പിന്നീട് തുടർ നടപടി ഒന്നും ഉണ്ടായില്ലെന്നതാണ് പ്രദീപിന്റെ അനുഭവം. വ്യാജ കേസെടുത്ത ഉദ്യോഗസ്ഥൻ ഇപ്പോഴും സർവീസിൽ തുടരുന്നു. നഷ്ടം പ്രദീപിന് മാത്രം. ശ്രീജിത്ത്, News 18 കോട്ടയം. പോലീസിനെതിരെ MP ജയരാജൻ, ജനങ്ങളെ മർദ്ദിക്കുന്നത് ഇടതുപക്ഷ പോലീസ് നയമല്ല. ഇത്തരം പോലീസുകാർക്ക് സർക്കാർ സംരക്ഷണം നൽകില്ല. തെറ്റായ വഴിക്ക് പോകുന്നവർക്കെതിരെ നിയമവഴി സ്വീകരിക്കുമെന്നും ജയരാജൻ. പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് ക്രിമിനലുകളെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിണറായിയുടെ കാലത്തെ പോലീസ് സ്റ്റേഷനുകൾ റഷ്യയിലെ സ്റ്റാലിന്റെ കാലത്തെ പീഡന കേന്ദ്രങ്ങളെ പോലെയായി. പോലീസിനെതിരെ വ്യാപക പരാതി ഉയർന്നിട്ടും മുഖ്യമന്ത്രി മിണ്ടുന്നില്ലെന്നും VD സതീശൻ. പോലീസ് അതിക്രമത്തിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മിണ്ടുന്നില്ലെന്ന് V മുരളീധരൻ. മറ്റെല്ലാ വിഷയത്തിലും പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നുവെന്നും V മുരളീധരൻ. പോലീസിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതികൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ആയിരക്കണക്കിന് പരാതികളാണ് ദിവസവും സ്റ്റേഷനുകളിലെത്തുന്നത്. ജനങ്ങൾ പോലീസിനൊപ്പമാണ്. ഇപ്പോൾ ഉയർന്നിട്ടുള്ള പരാതികൾ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി പരിശോധിക്കുന്നുവെന്നും മറ്റന്വേഷണങ്ങളുടെ ആവശ്യമില്ലെന്നും DGP News 18 Q18 അഭിമുഖത്തിൽ വ്യക്തമാക്കി. പൊതുവെ ഒരു പോലീസ് അട്രോസിറ്റീസ് എഗെയിൻ എന്നുള്ള ഒരു പെർസെപ്ഷൻ വരിക, പോലീസിന്റെ പബ്ലിക്കിനോടുള്ള ആറ്റിറ്റ്യൂഡ് ഇതാണെന്ന് വലിയ ക്രിറ്റിസിസം വരിക, വീണ്ടും പോലീസ് സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെടുക. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്, അത് ഹൗ ഡു യു സീ ദാറ്റ്? ഡെഫിനറ്റ്ലി യു മസ്റ്റ് സീ വൺ തിങ്. എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ചേരുന്നതാണ്. അവരുടെ പരാതികളായിട്ട്, ചില കേസുകളായിട്ട്, പല സർവീസുകളായിട്ട് സ്വീകരിക്കാൻ പോലീസ് വരുന്നതാണ്. അവരുടെ സമീപനവും ഞങ്ങളുടെ ഭാഗത്തിൻ്റെ നല്ല സമീപനവും ഉണ്ട്. നിങ്ങളുടെ സമൂഹങ്ങൾ ഒറ്റപ്പെട്ട സമൂഹങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതേതാണെങ്കിലും ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ആക്ഷൻ നോക്കുന്ന അതിലേക്ക്. പ്ലീസ് അപ്രീഷിയേറ്റ് ദാറ്റ് പോലീസ് ഈസ് പാർട്ട് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൻ്റെ ഭാഗമാണ്. സമൂഹത്തിൻ്റെ പൂർണ്ണ പിന്തുണയും സപ്പോർട്ടും ഞങ്ങൾക്ക് ആവശ്യമാണ്. നല്ലപോലെ ഒരു സേവനം കൊടുക്കാൻ വേണ്ടി ഇതിലേക്ക്. ഇത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഏതെല്ലാം രീതിയിലുള്ള ആവശ്യമുള്ള കാര്യങ്ങളുണ്ടോ അതെടുക്കുന്നതാണ്. ഒറ്റ കാര്യം പറയാൻ പറ്റും, കേരള പോലീസിൻ്റെ ഒരു നമ്മുടെ ഹാൾമാർക്ക് എന്താണെങ്കിൽ ആക്സസിബിലിറ്റിയാണ്.
ആർക്ക് എപ്പോഴും സ്റ്റേഷനിൽ എത്തിച്ചെല്ലാം ഞങ്ങളത്തേക്ക് വരാൻ പറ്റും. ഉടനുകൊണ്ട് കൂടെ അവരുടെ പരാതികൾ കേൾക്കുക, ആവശ്യം രീതിയിൽ നിയമപരമായിട്ട് നടപടി സ്വീകരിക്കുക എന്നത് ഞങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പരിപാടി ചെയ്യപ്പെടുത്തുന്നതിലേക്ക്. MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തുടർ നടപടികൾക്കുള്ള സ്റ്റേ നീട്ടി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലെ നടപടികൾക്കാണ് സ്റ്റേ. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ നീക്കാൻ ഉടൻ ഹർജി നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നാളെ മണിപ്പൂരിലേക്ക്. 2023 വംശീയ കലാപത്തിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി സംസ്ഥാനം സന്ദർശിക്കുന്നത്. ഇംഫാലിലും ചുരാചന്ദ്പൂരിലുമാണ് മോദി സന്ദർശിക്കുക. 8500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. അതേസമയം മോദിയുടെ സന്ദർശനത്തിന് തൊട്ടു മുൻപേ ചുരാചന്ദ്പൂരിൽ പോലീസും പ്രദേശവാസികളും ഏറ്റുമുട്ടി. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് പോലീസ് അറിയിച്ചു. സന്ദർശനം കണക്കിലെടുത്ത് സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. CP രാധാകൃഷ്ണൻ ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയും പങ്കെടുത്തു. മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറും ചടങ്ങിനെത്തിയിരുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചടങ്ങിൽ പങ്കെടുത്തില്ല. To the Constitution of India. To the Constitution of India. As by law established. Yes, by law established. And that I will faithfully discharge the duty. And that I will faithfully discharge the duty. Upon which I am about to enter. നേപ്പാളിൽ ഇടക്കാല സർക്കാരിന്റെ തലപ്പത്തേക്ക് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിന് സാധ്യതയേറുന്നു. സുശീല കർക്കിയെ നിയമിക്കുന്നതിൽ എതിർപ്പില്ലെന്ന നിലപാട് രാഷ്ട്രീയ പാർട്ടികളും അറിയിച്ചു. സംഘർഷങ്ങൾ കയവ് വന്നതോടെ കർഫ്യൂവിൽ ഇളവുകൾ അനുവദിച്ചു തുടങ്ങി. നേപ്പാളിലെ രാഷ്ട്രീയ പാർട്ടികളോട് കൊമ്പുകോർത്ത് ഇംപീച്ച്മെന്റ് വരെ നേരിട്ട മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി ഇടക്കാല സർക്കാരിന്റെ തലപ്പത്തേക്കെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. കുൽമാൻഗി സിംഗ്, ബാലേന്ദ്ര ഷാ എന്നിവരുടെ പേരുകളും നേരത്തെ ചർച്ചയിലുണ്ടായിരുന്നു. അധികാരസ്ഥാനത്തേക്കില്ലെന്ന് ബാലേന്ദ്ര ഷാ വ്യക്തമാക്കി. നേപ്പാളിലെ പവർ കട്ട് ഇല്ലാതാക്കിയതടക്കം ജനകീയ കാര്യങ്ങൾ ചെയ്ത കുൽമാൻഗി സിംഗിന് വലിയ പിന്തുണ ലഭിച്ചിരുന്നെങ്കിലും അഴിമതി വിരുദ്ധ പ്രതിച്ഛായയാണ് സുശീല കർക്കിക്ക് അനുകൂല ഘടകമായത്. പഴയ വൈരങ്ങൾ മറന്ന രാഷ്ട്രീയ പാർട്ടികളും സുശീല കർക്കിക്ക് പിന്തുണ അറിയിച്ചു. പ്രധാനമന്ത്രി പദത്തിലേക്ക് സിറ്റിംഗ് MP വേണമെന്നാണ് നേപ്പാൾ ഭരണഘടന നിഷ്കർഷിക്കുന്നത്. അതിനാൽ സുശീല കർക്കിയെ കാവൽ സർക്കാരിന്റെ ചെയർപേഴ്സണാക്കുന്നതും പരിഗണനയിലുണ്ട്. ഇക്കാര്യത്തിലടക്കം നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ സജീവമാണ്. നിലവിലെ പാർലമെന്റ് പിരിച്ചുവിടണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രക്ഷോഭകാരികൾ. സംഘർഷങ്ങൾക്ക് അയവ് വന്നതോടെ കർഫ്യൂവിൽ ഇളവുകൾ നൽകി. അവശ്യ സർവീസ് രാവിലെ 6 മുതൽ 11 വരെയും വൈകിട്ട് 5 മുതൽ 7 വരെയും അനുവദിച്ചു. ബാങ്കുകളും സുപ്രീം കോടതിയും വൈകാതെ പ്രവർത്തിച്ചു തുടങ്ങും. നേപ്പാളിൽ 2 ദിവസം ആളിക്കത്തിയ പ്രക്ഷോഭത്തിൽ 20,000 കോടിയുടെ പൊതുമുതൽ നശിച്ചെന്നാണ് പ്രാഥമിക കണക്ക്. ശക്തമായ നിരീക്ഷണത്തിലാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തി പ്രദേശങ്ങൾ. ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച 32 പേരെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം പിടികൂടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇസ്രായേൽ നടത്തിയ തുടർച്ചയായ വ്യോമാക്രമണങ്ങളെ തുടർന്ന് പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ 3 ദിവസത്തിനുള്ളിൽ 6 രാജ്യങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിട്ടതാണ് ആശങ്ക വർദ്ധിപ്പിച്ചത്. ഇതിനിടെ ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി നൽകാൻ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി തിങ്കളാഴ്ച ചേരും. ആക്രമണം ഖത്തർ അറിഞ്ഞില്ലെന്നത് അവിശ്വസനീയമാണെന്ന വാദവും ശക്തമാവുകയാണ്. ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ലോകത്തെ ഞെട്ടിച്ചു. ഇത് ഖത്തറിന്റെ ശക്തമായ പ്രതിഷേധത്തിനും സഖ്യരാജ്യങ്ങളുടെ മുന്നറിയിപ്പുകൾക്കും കാരണമായി. തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണിതെന്നാണ് GCC വിശേഷിപ്പിച്ചത്. തിങ്കളാഴ്ച ചേരുന്ന അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരായ നടപടികളിൽ തീരുമാനമുണ്ടാകും. മധ്യസ്ഥ ചർച്ചകൾ തുടരണമോ എന്നതിലും ഖത്തർ വ്യക്തത വരുത്തും. ലക്ഷ്യമിടുന്നത് ശത്രുക്കളുടെ സൈനിക സ്ഥാപനങ്ങളെയും പ്രവർത്തനങ്ങളെയും മാത്രമാണെന്ന് ഇസ്രായേൽ പറയുമ്പോഴും ഇത്തരം ആക്രമണങ്ങളിൽ സാധാരണക്കാർക്ക് പരിക്കേൽക്കുകയും മരണമുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഗസ നഗരത്തിൽ ഇസ്രായേൽ സൈനിക നടപടി ഇപ്പോഴും തുടരുകയാണ്. ഈ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ സാരമായി ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതേസമയം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടെന്നാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയത്. എന്നാൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം
ലക്ഷ്യം കണ്ടില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ സ്ഫോടക വസ്തുക്കൾ കൃത്യമായി പ്രവർത്തിച്ചോ എന്നും ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. ആക്രമണം നടക്കുന്നതിന് തൊട്ടുമുൻപായി ഹമാസ് നേതാക്കൾ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറിയോ എന്നതും ഇസ്രായേൽ പരിശോധിച്ചു വരികയാണ്. അതേസമയം ദോഹയിലെ തന്ത്രപ്രധാന കേന്ദ്രത്തിലെ ജനവാസ മേഖലയിൽ വിദേശ എംബസികൾക്കും സ്കൂളുകൾക്കും അടുത്തുള്ള അതീവ സുരക്ഷാ മേഖലയിൽ തന്നെയാണ് ആക്രമണം നടന്നത്. പശ്ചിമേഷ്യയിലെ യുഎസിന്റെ ഏറ്റവും വലിയ വ്യോമത്താവളമായ അൽ ഉദ്ദൈദിന് വെറും 25 കിലോമീറ്റർ ചുറ്റളവിലാണ് ആക്രമണം നടന്ന കെട്ടിടം. അതുകൊണ്ട് തന്നെ ആക്രമണം ഖത്തർ അറിഞ്ഞില്ലെന്ന വാദം അവിശ്വസനീയമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ചാർലി കിർക്ക് വധക്കേസിലെ പ്രതി പിടിയിലായെന്ന് ഡൊണാൾഡ് ട്രംപ്. അക്രമിയുടേതെന്ന് കരുതുന്നയാളുടെ ഫോട്ടോ ഉൾപ്പെടെ പുറത്തുവിട്ട് FBI നടത്തിയ അന്വേഷണത്തിലാണ് അക്രമി പിടിയിലായത്. കിർക്കിനെ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്കും പോലീസ് ഇന്നലെ കണ്ടെടുത്തിരുന്നു. വിനോദ് വിവരങ്ങളുമായി ചേർന്നു. വിനോദ്, ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പറഞ്ഞതാണ് വളരെ വേഗത്തിൽ പ്രതിയിലേക്ക് എത്തുമെന്ന്. ഇപ്പോൾ അത് ശരിയായിരിക്കുന്നു. ചാർലി കിർക്ക് വധക്കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു. ആരാണ് പ്രതി? വിവരങ്ങൾ. അന്വേഷണ സംഘത്തെ വലിയ തോതിൽ വലച്ച ഒരു സംഭവമാണ്. ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇപ്പോൾ പ്രതി പിടിയിലായിട്ടുള്ളത്. ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളതും. ഇനി എന്തിനീ കൊലപാതകം നടത്തി എന്ന കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. ആയുധം കണ്ടെടുത്തിട്ടുണ്ട്. ഈ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുമ്പോഴായിരുന്നു വെടി ഏൽക്കുന്നത്. ആ സമയത്ത് വളരെ അകലെയുള്ള 2 നില കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് ഈ വെടി ഉതിർക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇത് ആരാണ്, എന്തിനീ കൊലപാതകം നടത്തി തുടങ്ങിയ ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത്. ഇതിനകം തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ ഈ കൊലപാതകവുമായി, രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു കഴിഞ്ഞു. സ്വന്തം ചേരിയിൽ തന്നെ ഉള്ള ഒരു ചതിയായിരുന്നു ഈ വെടിവയ്പ്പെന്ന ആരോപണം ഒരു വശത്തുണ്ട്. അതേസമയം ഈ അക്രമകാരിയെ എതിർ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയെ എതിർക്കുന്ന, ഇപ്പോഴത്തെ നയങ്ങളെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിച്ചതാണെന്ന തരത്തിലുള്ള ആരോപണമുണ്ട്. ട്രംപിൻ്റെ നിലപാടുകളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ആളായിരുന്നു ചാൾസ്. നമുക്കറിയാം, ടേണിംഗ് പോയിന്റ് USA എന്ന് പറയുന്ന വലിയൊരു മൂവ്മെൻറ്റ്, അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുകയും അതിൻ്റെ സ്ഥാപകനാണ്. അതിനുശേഷം ഏതാണ്ട് 800ഓളം കോളേജുകളിൽ അതിൻ്റെ പ്രവർത്തനവുമായി ശക്തമായി മുന്നോട്ട് പോവുകയാണ്. സ്വദേശിവൽക്കരണം തന്നെയാണ് ഇതിൻ്റെ പ്രധാനമായ ഒരു അജണ്ട. ഈ ക്രിസ്ത്യൻ വിശ്വാസത്തെ അതിൻ്റെ ഒരു ഉന്നതിയിലേക്ക് കൊണ്ടുപോവുക, ആഭ്യന്തര വിപണി, അങ്ങനെ സ്വതന്ത്ര മാർക്കറ്റ് എന്ന തരത്തിലൊക്കെയുള്ള ചർച്ചകൾ അത് യുവാക്കൾക്കിടയിൽ വലിയ തോതിൽ വ്യാപകമാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ചാൾസ്. മാത്രമല്ല, ട്രംപിന് ശേഷം അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വളരെ വേഗത്തിലെത്താൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഇങ്ങനെ ഈ കൊല്ലപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ള ചർച്ചകൾ വരുന്നത്. ഏതായിരുന്നാലും ട്രംപ് ഇപ്പോൾ ഈ കൊലയാളിയെ പിടിച്ചു എന്ന തരത്തിലുള്ള ഒരു വിശദീകരണം നടത്തുന്നു. കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടേണ്ടതുണ്ട്. എന്തിനായിരുന്നു ഈ കൊലപാതകം എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. ഭവ്യ. സൈനിക അട്ടിമറി ഗൂഢാലോചന കേസിൽ ബ്രസീൽ മുൻ പ്രസിഡന്റ് ജെയർ ബോൾസനാരോയ്ക്ക് 27 വർഷം തടവ് ശിക്ഷ. കലാപമുണ്ടാക്കാൻ ശ്രമം ഉൾപ്പെടെ 5 കുറ്റങ്ങൾ തെളിഞ്ഞതായി സുപ്രീം കോടതി ഭൂരിപക്ഷ ബെഞ്ച് വിധിച്ചു. അതേസമയം ബോൾസനാരോയെ ഉടൻ തടങ്കലിലാക്കില്ല. ബോൾസനാരോയെ അനുയായികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കെ ഇസ്മായിലിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിനോയ് വിശ്വം. കെ ഇസ്മായിൽ മാത്രമല്ല പാർട്ടി ഉണ്ടാക്കിയത്. വേദിയിലിരിക്കാൻ കെ ഇസ്മായിലിന് യോഗ്യതയില്ല. കെ ഇസ്മായിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് തിരുത്തണമെന്നും സംസ്ഥാന സമ്മേളനത്തിൽ ബിനോയ് വിശ്വം പരാമർശിച്ചു. ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന സമ്മേളനം ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തരുത് എന്നുള്ള വിമർശനമാണിപ്പോൾ കെ ഇസ്മായിലിന് നേരെ ബിനോയ് വിശ്വം ഉന്നയിച്ചെന്ന് മനസ്സിലാക്കുന്നു. ഇതിനുള്ള സാഹചര്യം എന്ത്, വിവരങ്ങൾ എന്ത്? ശരണ്യ. ഭവ്യ, ആലപ്പുഴയിലെ CPI സംസ്ഥാന സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. അതായത് ഇപ്പോൾ പൊതുസമ്മേളനം ആരംഭിച്ചിരിക്കുന്നു. ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ചിട്ടുള്ള വേദിയിൽ കെ ഇസ്മായിൽ ഉൾപ്പെടെയുള്ള CPIയുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാം എത്തിയിട്ടുണ്ട്. നേരത്തെ ബിനോയ് വിശ്വം അതിൻ്റെതായ വന്ന പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഉച്ചയ്ക്ക് നടന്ന മറുപടി പ്രസംഗത്തിലാണ്. അതായത് രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിന്മേൽ സംസ്ഥാന സെക്രട്ടറി നൽകിയ മറുപടിയിലാണ് കെ ഇസ്മായിലിനെതിരെ ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെയുള്ള താക്കീത് പോലെയുള്ള വിമർശനം ഉണ്ടായത് എന്നുള്ളതാണ് ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്ത് നിന്ന്. അദ്ദേഹം പറഞ്ഞത് ഇസ്മായിലിന് മുന്നിൽ CPIയുടെ വാതിൽ അടഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ CPI നിരന്തരം കുറ്റപ്പെടുത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനാണ് കെ ഇസ്മായിൽ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേദിയിലിരിക്കാൻ കെ ഇസ്മായിൽ യോഗ്യനല്ല എന്നുള്ള രീതിയിൽ കൂടി അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ഈ കെ ഇസ്മായിലിന് മുന്നിൽ വാതിൽ അടയ്ക്കുന്നില്ല എന്ന് പറയുന്നത് അത് അകത്തേക്ക് കയറ്റൽ എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അദ്ദേഹം തിരുത്തണം എന്നുള്ള രീതിയിലാണ്
വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. കെ ഇസ്മയിലിനൊപ്പം തന്നെ പ്രായപരിധി മൂലം പുറത്തുപോയ രവീന്ദ്രനും സി ദിവാകരനും പൻ രവീന്ദ്രനും സി ദിവാകരനും ഒക്കെ ഒഴിവായി പോയവരാണ്. പക്ഷെ അവരിപ്പോഴും പാർട്ടിക്കകത്തുണ്ട്. പാർട്ടിയുടെ കീഴിൽ നിന്നുകൊണ്ട് മത്സരിക്കുക, പൻ രവീന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അടക്കം ചെയ്തിട്ടുണ്ട്. മെമ്പർഷിപ്പിൽ മാത്രം, പ്രായപരിധി മൂലം മെമ്പർഷിപ്പിൽ മാത്രം പോയ പൻ രവീന്ദ്രൻ പിന്നീട് ക്ഷണിതാവായി സംസ്ഥാന കൗൺസിലിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളൊക്കെ തിരിച്ച് പാർട്ടിക്കകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ കെ ഇസ്മയിൽ നിരന്തരം അത്തരത്തിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ്. താൻ തന്നെ നേരിൽ പോയി കെ ഇസ്മയിലിനെ കണ്ടതാണ്, പക്ഷേ ഫലമുണ്ടായില്ല. ഈ രീതിയിൽ അത്തരത്തിൽ മുന്നോട്ട് പോകാനായില്ല. കെ ഇസ്മയിൽ മാത്രമല്ല, പാർട്ടി ഉണ്ടാക്കിയതിനടക്കമുള്ള രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഈ മറുപടി പ്രസംഗത്തിൽ ഇന്ന് കെ ഇസ്മയിലിനെതിരെ ബിനോയ് വിശ്വം പറഞ്ഞ കാര്യങ്ങൾ. ഒപ്പം തന്നെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ CPI സംസ്ഥാന കൗൺസിൽ 103 അംഗ കൗൺസിലാണ് ബിനോയ് വിശ്വത്തെ വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. CPIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി D രാജയാണ് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം നടക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് AITUCയുടെ ഭാരവാഹികളുള്ള തിരുവനന്തപുരത്തുള്ള ആളുകൾ, മീനങ്കൽ കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോരുന്ന ഒരു സംഭവം ഇന്ന് 3ാം ദിനം ഉണ്ടായി എന്നുള്ളതാണ് സമ്മേളന നഗരിയിൽ. AITUC തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികളായ സോളമനെയും മീനങ്കൽ കുമാറിനെയും ഒഴിവാക്കിയതിനെ തുടർന്നായിരുന്നു, സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയതിനെ തുടർന്നായിരുന്നു അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടായത്. ശരണ്യ സ്നേഹജറാണ് വിവരങ്ങൾ നൽകിയത്. RSS പരിപാടിയിൽ പങ്കെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റിനെ തരം താഴ്ത്തി സ്ഥിതി. കോഴിക്കോട് തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KT പ്രമീളയ്ക്കെതിരെയാണ് പാർട്ടി തല നടപടി. ലോക്കൽ കമ്മിറ്റി അംഗമായ പ്രമീളയെ ബ്രാഞ്ചിലേക്കാണ് തരം താഴ്ത്തിയത്. RSS പരിപാടിയിൽ പങ്കെടുത്ത ഇവർ ഭാരതാംബ ചിത്രത്തിന് മുൻപിൽ വിളക്കും കൊളുത്തിയിരുന്നു. പാലക്കാട് മണ്ണാർക്കാട് അരിയൂർ ബാങ്ക് തട്ടിപ്പിൽ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി KMCC. തട്ടിപ്പ് നടത്തിയവരെ പുറത്താക്കണമെന്നാണ് ആവശ്യം. ബാങ്കിൽ നിന്നും നേതാക്കൾ കോടികൾ വായ്പ എടുത്താണ് തട്ടിപ്പ് നടത്തിയത്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പറും യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ ഗഫൂർ കോൽക്കളിൽ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ ഉൾപ്പെടെയുള്ളവരാണ് തട്ടിപ്പ് നടത്തിയത്. ലീഗ് ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും പ്രശ്നം ചർച്ച ചെയ്യാത്തതിനെ തുടർന്നാണ് സംസ്ഥാന നേതൃത്വത്തിന് KMCC പരാതി നൽകിയത്. 150 കോടിയോളം രൂപയുടെ ക്രമക്കേടാണ് ബാങ്കിൽ നടന്നത്. മാടായിപ്പാറയിലെ പലസ്തീൻ അനുകൂല പ്രതിഷേധം ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ പരിശീലനമെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് MV ജയരാജൻ. BJPയുടെ പരമ്പരാഗത ന്യൂനപക്ഷ വിരോധത്തിന്റെ ഭാഗമാണ് വിവാദമെന്നും ജയരാജൻ. ഗവേഷക വിദ്യാർത്ഥിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ റാപ്പർ വേടനെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. വേടന്റെ മൊഴി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ലൈംഗികാരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് വേടൻ പ്രതികരിച്ചു. പരാതിക്കാരിയുടെ മൊഴി ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് എറണാകുളം സെൻട്രൽ പോലീസിന്റെ തീരുമാനം. ആവശ്യമെങ്കിൽ വേടനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതായി വേടൻ ആരോപിച്ചു. കേസ് നിലനിൽക്കുന്നതിനാൽ കൂടുതൽ പറയാനില്ല. എല്ലാം വിശദമായി പിന്നീട് അറിയിക്കാമെന്നും വേടൻ പറഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതിനുള്ള പരാതി ചേട്ടൻ കൊടുത്തിട്ടുണ്ട്. ഈ തെക്കൻ തിരക്കും കേസൊക്കെ ഒന്ന് കഴിയട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാൻ പറ്റും. ഗൂഢാലോചന സംശയമുണ്ടോ? എനിക്കൊരു സംശയമില്ലായിരിക്കില്ല ഗൂഢാലോചനയുടെ കാര്യത്തിൽ. ഉണ്ട്, തീർച്ചയായിട്ടും സംശയമുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ദിവസം ഒന്ന് പറയുന്നത്. ആദ്യം ഈ തിരക്കൊന്ന് കഴിയട്ടെ. കേരളത്തിന് പുറത്തുള്ള സർവകലാശാലയിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥിനി ദളിത് സംഗീതത്തിന്റെ പ്രബന്ധ ആവശ്യവുമായി ബന്ധപ്പെട്ട് വേടനെ സമീപിച്ചു. 2020 കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പെൺകുട്ടിയെ കടന്നുപിടിച്ചെന്നും ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നുമാണ് പരാതി. സ്ത്രീത്വത്തെ അപമാനിക്കുക, ലൈംഗികാതിക്രമം നടത്തുക, അശ്ലീല പദപ്രയോഗം, ലൈംഗിക അംഗവിക്ഷേപങ്ങൾ കാണിക്കുക എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്.
വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ വേടനെ തൃക്കാക്കര പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിലനിൽക്കുന്നതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയായിരുന്നു. അതേസമയം വേടനെതിരെ ഉയരുന്ന തുടർച്ചയായ പരാതികളിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാനുള്ള നീക്കമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും കുടുംബം പരാതിയിൽ പറയുന്നു. വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കുകയാണ് പരാതിക്കാരുടെ ലക്ഷ്യമെന്നും വേടന്റെ സഹോദരൻ ആരോപിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. നാടിനും വീടിനും തീരാ നോവായി കൊല്ലം സ്വദേശി ഐസക് ജോർജ്. ഐസക്കിന്റെ വിയോഗത്തിന്റെ വേദനയിലാണ് പ്രിയപ്പെട്ടവർ. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഐസക്കിന്റെ അവയവങ്ങൾ 6 പേർക്കാണ് പൊതുജീവൻ നൽകിയത്. 2 പേർക്ക് കാഴ്ചയും 4 പേർക്ക് പൊതുജീവനും നൽകിയാണ് ഐസക് യാത്രയായത്. കഴിഞ്ഞ ദിവസം അവിട്ടം നാളിലായിരുന്നു അതിദാരുണമായ സംഭവം ഉണ്ടായത്. ഐസക്കിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ബ്ലൂം എന്ന റെസ്റ്റോറൻറ്റിന് മുന്നിലാണ് നമ്മളുള്ളത്. റെസ്റ്റോറൻറ്റിൻ്റെ എതിർഭാഗത്തായിട്ട് വാഹനത്തിൽ എത്തിയ ഐസക് വാഹനം നിർത്തുകയും വാഹനത്തിൽ നിന്നും ഇറങ്ങി തൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് റോഡ് മുറിച്ച് നടന്നു വരികയായിരുന്നു. ഇപ്പോഴാണ് കൊട്ടാരയുടെ ഭാഗത്ത് നിന്നും വന്ന ഒരു ബൈക്ക് ഡൂക്ക് അതിവേഗതയിൽ എത്തുകയും ഈ ഐസക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തത്. ഇടിയുടെ ആഘാതത്തിൽ ഐസക് തെറിച്ചു വീണ്ടിരുന്നു. ഐസക്കിന് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയിരുന്നു. തുടർന്ന് ഐസക്കിനെ തിരുവനന്തപുരത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഐസക്കിൻ്റെ സ്ഥിതി ഗുരുതരമായി തുടർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഐസക് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. ഐസക്കിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുകയും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. ഇതെല്ലാം വലിയ രീതിയിൽ വാർത്തയായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഐസക്കിൻ്റെ ഈ ഒരു വിയോഗം തീരാ നഷ്ടമായി തന്നെ മാറിയിരിക്കുകയാണ് നാടിനും നാട്ടുകാർക്കും. ഐസക്കിൻ്റെ അവയവങ്ങൾ മറ്റൊരാൾക്ക് ദാനം അത് അവൻ ചത്തില്ല എന്ന് പറയാം. അവൻ 6 പേര് ജീവിക്കുന്നില്ലേ, അത് ഏറ്റവും വലിയ ദാനം. ഐസക്കോട്ട് ഞങ്ങൾ എപ്പോഴും കാണും, സംസാരിക്കും, എപ്പോഴും ബന്ധമുണ്ട്. നല്ലൊരു മനുഷ്യൻ. ഇവിടെ എല്ലാവരുമായിട്ടൊരു ഭയങ്കര സാധാരണ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ് എല്ലാവരുമായിട്ടും. പക്ഷേ നേരത്തെ ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. ഞാനും ഗൾഫിലായിരുന്നു, പുള്ളിയും എല്ലാവരും ഗൾഫിലായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് പുള്ളി ചെയ്യാത്ത പണിയൊന്നുമില്ല, എല്ലാ പണിയും ചെയ്യുന്നതാണ്. എല്ലാത്തിനും ആക്റ്റീവായിരുന്നു, എല്ലാ പണിക്കും ആക്റ്റീവായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയി, അതൊന്നും പറയാൻ പറ്റാതെപ്പോയി. പിന്നെ ഇവിടെ ഒരു 10 മിനിറ്റ് കിടക്കുകയും ചെയ്തെന്നാണ് പറയുന്നത്. ആ സമയത്ത് ആളില്ലായിരുന്നു. രാത്രി 8:15 സംഭവം. ഞാൻ അവിടെ നിന്ന് വരുന്ന വണ്ടിയല്ലായിരുന്നു, ഈ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് കയറി വന്നതാണ്. ഐസക്കിൻ്റെ മരണം തീരാ ദുഃഖം തന്നെയാണ്. വളരെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. നല്ല സ്വഭാവവും ഒക്കെയുള്ള ആളായിരുന്നു. നമുക്ക് ഇവിടെ കടയുണ്ട്, അങ്ങനെ വ്യക്തിപരമായിട്ട് അറിവേ ഉള്ളൂ. വേറെ നല്ല സ്വഭാവക്കാരനായിരുന്നു. ഓണം അവിട്ടത്തിൻ്റെ അന്ന് രാത്രി 8 മണിയോളം. മകന്റെ കുത്തേറ്റ കൊച്ചി കോർപ്പറേഷൻ മുൻ കൌൺസിലറും കോൺഗ്രസ് നേതാവുമായ ഗ്രേസി ജോസഫ് അപകടനില തരണം ചെയ്തു. എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കുടുംബത്തിന് പരാതിയില്ലെങ്കിലും അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഗ്രേസിയുടെ മകൻ ഷെഫിൻ ജോസഫ് ഒളിവിലാണ്. ഇയാൾ ലഹരിക്കടിമയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കോഴിക്കോട് സരോവരത്തിൽ കുഴിച്ചുമൂടിയ വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിന്റെ അസ്ഥി കണ്ടെത്തി. ചതുപ്പിൽ നടത്തിയ പരിശോധനയിലാണ് അസ്ഥി കണ്ടെത്തിയത്. മൃതദേഹം കെട്ടിത്താഴ്ത്തിയ കല്ലും കണ്ടെത്തിയിട്ടുണ്ട്. തലയോട്ടി ഒഴികെയുള്ള അസ്ഥി ഭാഗങ്ങൾ ലഭിച്ചതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുകളിലായിട്ട് ഇവിടെ ഈ തെരച്ചിൽ വിജിലന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അന്വേഷണ വേളയിൽ ഇത് 2019 രജിസ്റ്റർ ചെയ്ത കേസാണ്. ആ കേസ് ആ സമയത്ത് മിസ്സിംഗ് കേസായിട്ട് തന്നെ അന്വേഷിച്ചു. അപ്പോൾ കഴിഞ്ഞ 1 വർഷ കാലയളവിൽ കോഴിക്കോട് സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ, അതിൽ പ്രത്യേകിച്ച് മിസ്സിംഗ് കേസുകൾ എടുത്തു പറയുന്നത് ബഹുമാനപ്പെട്ട കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ആ കേസുകൾ റിവ്യൂ ചെയ്യുന്നതും സാർ തന്നെ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത മിസ്സിംഗ് കേസുകളെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് ഈ വിജിലിൻ്റെ തിരോധാനം അത് അദ്ദേഹത്തിൻ്റെ ഒരു മരണത്തിലേക്ക് കലാശിച്ച കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. അപ്പോൾ 2019 രജിസ്റ്റർ ചെയ്ത മിസ്സിംഗ് കേസ് നമ്മൾ ഈ 2025 ഓഗസ്റ്റ് മാസത്തിലാണ് 304 IPC ആയിട്ട് സെക്ഷൻ ആൾട്ടർ ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നതും. സനീഷ് കുമാറിന്റെ റിപ്പോർട്ട് കാണാം. 2 ഘട്ടങ്ങളിലായി 8 ദിവസത്തിലധികം നീണ്ട തെരച്ചിലിലാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ അസ്ഥിഭാഗങ്ങൾ സരോവരത്തെ
ചതുപ്പിൽ നിന്നും പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ നടത്തിയ തെരച്ചിൽ പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് ശക്തമായ മഴയായതിനാൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയായിരുന്നു. ഈ ചതുപ്പിലേക്ക്, അതായത് പ്രതികൾ മൃതദേഹം കുഴിച്ചുമൂടി അല്ലെങ്കിൽ കൊന്നു താഴ്ത്തി എന്ന് പറഞ്ഞ് ഇടത്തേക്ക് ഒരു തരത്തിലും എത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പിന്നീട് കാര്യങ്ങൾ അനുകൂലമായപ്പോൾ, വെയിൽ തെളിഞ്ഞപ്പോൾ അവിടേക്ക് പ്രത്യേക റോഡ് നിർമ്മിച്ചായിരുന്നു തെരച്ചിൽ നടത്തിയത്. കഴുത്തോളം ചെളിയിലാണ് സന്നദ്ധ പ്രവർത്തകർ ഇറങ്ങുകയും മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവിടെ നിന്നും ചെളി പുറത്തേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിലാണ് 54 ശരീരഭാഗങ്ങൾ ഈ മണ്ണിനകത്തു നിന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ ചുവടാണ് ഇതെന്ന് പോലീസ് വിശദീകരിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുകളിലായിട്ട് ഇവിടെ ഈ തെരച്ചിൽ വിജിലന്റ് തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അന്വേഷണ വേളയിൽ ഇത് 2019 രജിസ്റ്റർ ചെയ്ത കേസാണ്. ആ കേസ് ആ സമയത്ത് മിസ്സിംഗ് കേസായിട്ട് തന്നെ അന്വേഷിച്ചു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ കോഴിക്കോട് സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ, അതിൽ പ്രത്യേകിച്ച് മിസ്സിംഗ് കേസുകൾ എടുത്തു പറയാനുണ്ട്. ബഹുമാനപ്പെട്ട കമ്മീഷണർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ആ കേസുകൾ റിവ്യൂ ചെയ്യുന്നതും സാർ തന്നെ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത മിസ്സിംഗ് കേസുകളെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. 304 IPC ആയിട്ട് സെക്ഷൻ ആൾട്ടർ ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നതും. ചതുപ്പിൽ നിന്നും കണ്ടെടുത്ത മൃതദേഹ ഭാഗങ്ങൾ ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കും. പിന്നീട് മരിച്ച വിജിലിന്റെ ബന്ധുക്കളുടെ DNA സാമ്പിളുകളുമായി ഈ സാമ്പിൾ ഒത്തുനോക്കും. അതിനുശേഷമാവും മരിച്ചത് അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ, അസ്ഥികഷ്ണങ്ങൾ കിട്ടിയത് വിജിലിന്റെ തന്നെയെന്ന ഒരു സ്ഥിരീകരണത്തിൽ പോലീസ് എത്തുക. തലയൊട്ടി അടക്കമുള്ള ഭാഗങ്ങൾക്കായി തെരച്ചിൽ ഇപ്പോഴും നടത്തുന്നുണ്ട്. ഒരു ദിവസം കൂടി ഒരുപക്ഷെ തെരച്ചിൽ നടത്തിയ ശേഷമാവും ഇനി മുന്നോട്ട് തെരച്ചിൽ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുക. എന്തായാലും കാസർഗോഡ് കുറ്റിക്കോലിൽ ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ച് ഭർത്താവ് ജീവനൊടുക്കി. കുറ്റിക്കോലിലെ ഓട്ടോ ഡ്രൈവർ സുരേഷാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ സിനിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബ വഴക്കാണ് ആക്രമണത്തിന് പിന്നിൽ. 5ഉം 1ഉം വയസ്സുള്ള 2 മക്കൾ ഉറങ്ങിക്കിടന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയ ശേഷമാണ് സുരേഷ് ഭാര്യയെ ആക്രമിച്ചത്. ബേഡകം പോലീസ് കേസെടുത്തു. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ആശങ്കയായ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 10 വയസ്സുകാരിയായ മലപ്പുറം അരീക്കോട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 11ആയി. അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, വലിയ ആശങ്കയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഇപ്പോഴിതാ മറ്റൊരു കുട്ടി കൂടി ചികിത്സയിലാണ്. കുഞ്ഞിന്റെ ആരോഗ്യനില അതെങ്ങനെയുണ്ട്? ആരോഗ്യനില ഏതാണ്ട് തൃപ്തികരമാണ് എന്നാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന വിശദീകരണം. പക്ഷേ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. കാരണം ഇപ്പോൾ 11 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലുമായി ചികിത്സയിൽ കഴിയുന്നത്. ഒരു മാസത്തിനുള്ളിൽ മാത്രം 6 പേർക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം ജീവൻ നഷ്ടമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ ചികിത്സയിലിരിക്കുന്ന ചിലരുടെ നില ഗുരുതരമാണ് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് ഈ രോഗത്തിന്റെ ഉറവിടം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളും എല്ലാ കേസുകളിലും ലഭിക്കുന്നുമില്ല. നേരത്തെ പൊതു ജലാശയങ്ങളിലും കുളങ്ങളിലുമൊക്കെ കുളിക്കുന്നവർക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചെങ്കിൽ വീടുകളിലെ കിണറുകളിൽ നിന്നും ഒപ്പം കുളിമുറിയിലെ വെള്ളത്തിൽ നിന്ന് പോലും ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നു എന്നതാണ് ഏറെ ആശങ്കാകുലമായ ആളുകളെ മാറ്റിയിരിക്കുന്നത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്നാണ് ഈ രോഗബാധ ഏറെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും. ഒപ്പം ആരോഗ്യ വിദഗ്ധർ നൽകുന്ന വിശദീകരണം ഒരു പുതിയ രോഗമല്ല, നേരത്തെ മുതൽ ഉള്ള രോഗമാണ്. കൂടുതലായി പ്രോട്ടോകോളുകൾ അനുസരിച്ച് പരിശോധനകൾ നടത്തുന്നതുകൊണ്ടാണ് ഈ കൂടുതൽ രോഗവിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം ആദ്യഘട്ടത്തിൽ തന്നെ രോഗം സ്ഥിരീകരിക്കുകയാണെങ്കിൽ വലിയ ഒരു ആശങ്കയിലേക്ക് പോകാതെ ഒരു ജീവൻ പിടിച്ചു നിർത്താൻ കഴിയുന്ന രീതിയിലുള്ള മാർഗങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്നും പറയുന്നു. പക്ഷേ നിരന്തരമായി ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ജനങ്ങളെ വലിയ അതാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുക എന്നുള്ളത് വലിയ ആശങ്ക തന്നെയാണ്. കാര്യത്തിൽ സംശയമില്ല. കാര്യം കൃത്യമായ ഒരു ജാഗ്രത അത് തുടരുക തന്നെ വേണം. പ്രത്യേകിച്ചും കുട്ടികളിലാണ് വലിയ തരത്തിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടുവരുന്നത്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ബോധവൽക്കരണം പോലും നടത്താൻ കഴിയാത്ത ആരോഗ്യവകുപ്പാണ് കേരളത്തിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം നിരവധി പേർ മരിച്ചു. ജനങ്ങൾ പരിഭ്രാന്തരാണെന്നും സതീശൻ പറഞ്ഞു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. ഓമലൂർ സ്വദേശികളായ ദമ്പതികളുടെ 7 വയസ്സുകാരൻ മകനെ ചികിത്സിച്ചതിൽ ഗുരുതര വീഴ്ചയെന്ന പരാതി. സൈക്കിളിൽ നിന്ന് വീണ് കൈക്ക് പരിക്കേറ്റ കുട്ടിക്ക് കൃത്യമായി ചികിത്സ ലഭിച്ചില്ല.
ചതവ് ചികിത്സിക്കാതെ പ്ലാസ്റ്റർ ഇട്ടതോടെ കൈ പഴുത്ത് വ്രണമായെന്ന് പരാതി. എം.കെ. മുനീറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് അദ്ദേഹം. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയായിരുന്നു എം.കെ. മുനീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പൊട്ടാസ്യം ലെവൽ അപകടകരമായ വിധം താഴ്ന്നതിന് പിന്നാലെ ഹൃദയാഘാതമുണ്ടാവുകയായിരുന്നു. ഞരമ്പ് ചുരുങ്ങുന്ന അപൂർവ രോഗവുമായി ബുദ്ധിമുട്ടുകയാണ് ഇടുക്കി നെടുങ്കണ്ടം ചക്കക്കാനം സ്വദേശി കരിക്കാട്ടൂർ സജിമോൻ. ചികിത്സാ ചെലവുകൾക്ക് പോയിട്ട് നിത്യചെലവുകൾക്ക് പോലും പണം കണ്ടെത്താനാവാത്ത ദുരവസ്ഥ. നിലവിൽ സുമനസ്സുകളുടെ കരുണയ്ക്കായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം മുഴുവൻ. പെട്രോൾ പമ്പ് ജോലി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സജിമോന് 13 വർഷങ്ങൾക്ക് മുൻപാണ് അപൂർവ രോഗം ബാധിച്ചത്. ആദ്യം കാലിന് ചെറിയ വേദനയായാണ് തുടക്കം. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഞരമ്പ് ചുരുങ്ങുന്ന അപൂർവ രോഗമാണെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നീട് വിവിധ ആശുപത്രികളിൽ ചികിത്സിച്ചു. ഇതിനായി ലക്ഷങ്ങൾ ചിലവാക്കി. ഒടുവിൽ ഇടത് കാൽപാദവും വലതുകാലിലെ 2 വിരലുകളും മുറിച്ചുമാറ്റി. തുടർന്ന് മുച്ചക്രവാഹനത്തിൽ ഐസ്ക്രീം കച്ചവടം നടത്തുന്നതിനിടെ വീണ്ടും രോഗം മൂർച്ഛിച്ചു. നിലവിൽ വലതുകാലും മുറിച്ചു മാറ്റേണ്ട അവസ്ഥയാണ്. 13 വർഷമായിട്ട് എൻ്റെ കാലിൽ അസുഖം വന്ന് ഈ കാലിൻ്റെ ഇത് മുറിച്ച് കളഞ്ഞത്. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ കാലിലിട്ടും വന്ന് ചികിത്സിക്കാനൊന്നും ഒരു മാർഗ്ഗമില്ലാതിരിക്കുക. എങ്ങനെയാലും ഞങ്ങളെ സഹായിക്കണം. ഈ കാലിൻ്റെ ഞരമ്പ് മാറ്റിയൊക്കെ വെച്ചതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ കാലിലും വന്ന കാലിൽ ഭയങ്കര മുറിവാറ്റി. ഇത് ഇപ്പോൾ ഞരമ്പ് മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. നിലവിൽ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് ഇവർ കഴിയുന്നത്. സജിയുടെ രോഗം കാരണം ഭാര്യ മായയ്ക്ക് കൂലിവേലയ്ക്ക് പോലും പോകാൻ സാധിക്കുന്നില്ല. 3 കുട്ടികളുടെ പഠനം പോലും പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ വലത്തെ കാലല്ലായിരുന്നു. അത് നേരത്തെ അമൃതയിൽ പോയി ജനമൈത്രി പോലീസുകാരും പാർട്ടിക്കാരും എല്ലാം ഞങ്ങളെ സഹായിച്ചു. വീടൊക്കെ വെച്ച് തന്നു. അസുഖം മാറിയായിരുന്നു. പിന്നെ ഇപ്പുറത്തെ കാലേ വന്നിട്ട് ഇപ്പം 1 വർഷം കഴിഞ്ഞു. നേരത്തെ പമ്പിലായിരുന്നു. അത് കഴിഞ്ഞ് കാലിന് വീണ്ടും അസുഖം വന്നു. ഇപ്പം ആശുപത്രി പോകാൻ നിവൃത്തിയൊന്നുമില്ല. അതുകൊണ്ട് പിള്ളേരുടെ കാര്യവും ബുദ്ധിമുട്ടിലാണ്. ഇപ്പം എനിക്കും പണിക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പം എല്ലാവരും സഹായിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇതായി പോകുന്നത്. ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇനി അമൃതയിൽ പോകണമെങ്കിൽ കുറേ പൈസ വേണം. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ സഹായിക്കും. വലതുകാലിന്റെ ഓപ്പറേഷനായി ലക്ഷങ്ങൾ വേണം. ചികിത്സാ ചെലവിന് ആവശ്യമായ ഭീമമായ തുക കണ്ടെത്താൻ ഈ നിർധന കുടുംബത്തിന് യാതൊരു മാർഗവുമില്ല. അന്നന്നത്തെ ആഹാരത്തിന് പോലും വക കണ്ടെത്താനാവാത്ത അവസ്ഥയിലാണ് നിലവിലിവർ. സുമനസ്സുകൾ തങ്ങളെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്നും ഈ കുടുംബം കഴിയുന്നത്. ന്യൂസ് 18 ഇടുക്കി. മൂന്നാറിൽ KSRTC ഡബിൾ ഡെക്കർ ബസ് അപകടത്തിൽപ്പെട്ടു. ദേവികുളം ഇരച്ചിൽ പാർക്ക് സമീപം നിയന്ത്രണം നഷ്ടമായി പാതയോരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് മൺതിട്ടയിൽ ഇടിച്ചാണ് ബസ് നിന്നത്. വാഹനത്തിൽ 40-ലധികം വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല. അപകടത്തിൽ ബസ്സിന് നേരിയ കേടുപാടുകൾ സംഭവിച്ചു. അപകടം ഉണ്ടാക്കിയ വാഹനം കൺഫേം ആണോ? കല്യാൺ സിൽക്സിന്റെ ഓണക്കാല ഓഫറായ ഓണക്കോടിക്കൊപ്പം 2 കോടിയും എന്ന സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് കൊല്ലത്ത് നടന്നു. വീക്കിലി ബമ്പർ സമ്മാനമായ 25 പവൻ സ്വർണത്തിന് സുമ ജോസ് അർഹയായി. കല്യാൺ സിൽക്സിന്റെ ചിന്നക്കടയിലെ ഷോറൂമിൽ നടത്തിയ ചടങ്ങിൽ കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ, കല്യാൺ സിൽക്സ് CEO അനിൽകുമാറും പങ്കെടുത്തു. ഇരവിപുരം MLA നൌഷാദ്, കൊല്ലം ഈസ്റ്റ് PS ഇൻസ്പെക്ടർ അനിൽകുമാർ എന്നിവർ സംയുക്തമായി ചടങ്ങ് നിർവഹിച്ചു. ഇതാണ് ബലേനോ സ്വന്തമാക്കാൻ പോകുന്നത്. ഒരു അനു സാർ എടുത്തു, നൗഷദ് സാർ എടുത്തു. കാറിന്റെ ഓണേഴ്സ് നമ്മുടെ കേരളത്തിനകത്ത് നിന്നാണോ? ഒരു ചടങ്ങ് നിർവഹിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. ബോച്ചെ ഫുഡ് നോ ഗ്യാസ് എന്ന റെസ്റ്റോറന്റ് ശൃംഖലയിലെ ആദ്യ സ്ഥാപനം ചാലക്കുടി പേട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബോബി ചെമ്മണ്ണൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒതന്റിക് ജാപ്പനീസ് സുഷി, ഡിസംബർ ടംപൂര, രാമൻ എന്നിവയും ബോച്ചെ സ്മോക്ക് ബീഫ് ബ്രിസ്ക്കറ്റ് കൂടാതെ ബർഗർ, ന്യൂഡിൽസ് എന്നീ വിഭവങ്ങളും ഭക്ഷണപ്രിയർക്ക് പുതിയ അനുഭവമാകും. ബോച്ചെ ഫുഡ് നോ ഗ്യാസിനൊപ്പം ഒരേ കുടക്കീഴിൽ പ്രവർത്തിക്കുന്ന ബോച്ചെ ദ ബുച്ചറിൽ നിന്ന് കസ്റ്റമേഴ്സ് ചൂണ്ടിക്കാണിക്കുന്ന
ഫ്രഷ് ഐറ്റംസ് ഉപയോഗിച്ച് വിഭവങ്ങൾ പാകം ചെയ്ത് നൽകും. ജാപ്പനീസിന് പുറമെ കോണ്ടിനെന്റൽ ഇന്ത്യ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങളും ബോച്ചെ ഫുട്നോ ഗ്യാസ് റെസ്റ്റോറന്റിൽ ലഭ്യമാണ്. sushi and dim sum, then burger, pizza.